ചാച്ചി എന്താടാ ചിന്നുവിന്റെയും രാമന്റെയും പിണക്കം തിരിക്കും തീർന്നില്ലേ? ഇങ്ങനെ പോയാൽ ശരിയാവില്ല ചാച്ചി. നിന്റെ അഭിപ്രായം തന്നെ എന്റെയും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ പറഞ്ഞില്ലേ അവരുടെ പണക്കം അവര് അമ്മനെ തീർത്തോട്ടെന്ന്. അതന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതിങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇനി എന്തെങ്കിലും അവർ കടും പ്രവൃത്തി ചെയ്താൽ തീ. അത് തന്നെ. അല്ല, നമ്മൾ ഇന്നിപ്പോ കണ്ടോണ്ടിരിക്കുന്ന അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കുന്നേ നീ തന്നെ കാണാറില്ലേ? ടിവിയിലും പത്രത്തിലും ഒക്കെ ഓരോ ന്യൂസുകൾ. അല്ല, എനിക്ക് എന്റെ മോനെ പറ്റി പേടിക്കാനൊന്നുമില്ല. കാരണം അവ അങ്ങനെ ചെയ്യൂല. എനിക്ക് പേടി അത്രയും ചിന്നൂലാണ്. എടാ, നമുക്ക് ചിന്നുവിനെ വിളിച്ചൊന്ന് ഉപദേശിച്ചാലും. ഉപദേശമൊക്കെ ആക്ക് വേണം ചാച്ചി. അല്ലടാ, അവിടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നു. എങ്കിൽ രണ്ടുപേരെയും വിളിച്ച കാര്യം പറ. അല്ല, ഞാൻ ഇന്നലെ ചിന്നുമായിട്ട് സംസാരിച്ചു. അവള് പറഞ്ഞ എന്താന്നറിയോ? ഈ രാമൻ പലപ്പോഴായിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് അവളുടെ സ്വർണം മുഴുവൻ കൊണ്ടുപോയി പണയം വെച്ചത്. ഈ പണയം വയ്ക്കാൻ പോയപ്പോഴേ ഞാൻ മനസ്സിലായി അവസ്ഥാനം ഇത് കലഹത്തിലേ വരുള്ളൂ. അത് തന്നെയാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. പിന്നെ ബാങ്കിൽ നിന്നേ പണയം വെച്ചതിൻ്റെ നോട്ടീസ് വന്നു. ഒന്നീ പണയം എടുക്കണം, അല്ലെങ്കിൽ ലേലത്തിൽ പോവും. അപ്പൊ തുടങ്ങിയ വഴക്കായത്. അല്ല, ചിന്നുവിന്റെ സങ്കടം എന്താണെന്നറിയോ? അവൾ എന്നോട് പറയുകയാണേ, പുറത്തിറങ്ങുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ ഒരു തരി സ്വർണ്ണമില്ല. അത് ഏത് പെമ്പിള്ളേർക്കും ആഗ്രഹം കാണൂലേ? പുറത്തിറങ്ങി പോകുമ്പോൾ ഒരു തരി സ്വർണ്ണം ഇട്ടുകൊണ്ട് പോകണം. അത് അവൾക്ക് അതും ഭയങ്കര പ്രയാസമാണ്. അതിപ്പോ അവളെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. അല്ല, അതിന് ഇങ്ങനെ ഇപ്പൊ വഴക്കുണ്ടാക്കണോ? അവൻ എന്റെ മോനല്ലേ, വഴക്കൂടാതെ എങ്ങനെ ഇരിക്കും? അത്ര നല്ല സ്വഭാവം. എന്റെ കൂട്ടുകാരനെ അറിയാം, അനീഷ് ലത്തീഫ്. അവന്റെ സ്റ്റാഫ് ഇപ്പൊ വരും. അവന്റെ വണ്ടി ഇത്തിരി ശരിയായി കൊടുക്കാം. ഡെലിവറി പോകാനുള്ള വണ്ടിയാണ്. ശരിയായി കൊടുക്കാം. പെട്ടെന്ന് കൊടുക്കൂ. കൊണ്ടുവരുന്ന കൊടുക്കാം. ശങ്കരനെ കണ്ട അച്ഛനെ വിളിച്ചില്ലേ? ഇല്ല. അവനെ വിളിച്ചു പറഞ്ഞാൽ 2 ദിവസം ലീവാണെന്ന്. ഇവനെന്താ ഇത്ര മാത്രം ലീവ്? ടൂറ് പോകാനായിരിക്കും. ടൂറ്? അല്ല, ഇവിടെ വന്നിട്ടും പ്രയോജനമില്ല. എന്തെന്നറിയാം, പണിയൊന്നും പഠിക്കില്ല. വെറുതെ കറങ്ങി കിടക്കും മൊബൈലും കൊണ്ട്. എടാ, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് എന്തുവായി? കാര്യമായിട്ട് പോണുണ്ട്. കാര്യമായിട്ട് പോണുണ്ട്. എന്ത് കാര്യമായിട്ട് പോകുന്നുണ്ട്? വഴക്ക് പോണുണ്ട്. തമാശ നിന്റെ ചുമ്മാ. അങ്ങനെ പോണ പച്ചി. ഇപ്പൊ അവളവിടെ? അവളടുക്കളുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. പിന്നെ പോവായിരിക്കും വഴക്കുണ്ടാക്കാൻ. ചിന്നു, ചിന്നു, ചിന്നു. ഈ ചിന്നു ചത്തൊന്നുമല്ലോ ഇങ്ങനെ കിടന്ന് കീറി വിളിക്കാനായിട്ട്. ചത്താന്ന് കൊച്ചുപോലും വലിയ വർത്താൻ പറഞ്ഞോ? ഒറ്റ അടി അടിച്ചെന്നുണ്ടല്ലോ. എന്റെ സ്വർണം മൊത്തം കൊണ്ടേ പണയം വെച്ച് അത് നഷ്ടപ്പെടാൻ പോവുകയാണ്. അതിന് ഞാൻ നിങ്ങളെ വേണം ഞാൻ വീക്കി തരാനായിട്ട്. ഓ, നീ എന്നെ അടിക്കൂ? അണമുട്ടിയ ചേരയും കടിക്കുന്നൊരു ചൊല്ലില്ലേ? ഇത് കേട്ടാ എനിക്കും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ആ സ്വർണം മര്യാദയ്ക്ക് എടുത്തുക. എടി, സ്വർണ്ണം എത്ര ദിവസം ഞാൻ സ്വർണ്ണം എടുത്ത് തരാമെന്ന് ഞാൻ പറഞ്ഞല്ല. നിങ്ങൾ ആ സ്വർണം എടുത്തുക, എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ അമ്മയും രവിയേട്ടനൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഓരോ സാധനം വാങ്ങിച്ചു തരുന്നത്. ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരുമ്പോ എൻ്റെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇത് നഷ്ടപ്പെടുത്തരുത്. അതിനോട് ആര് നഷ്ടപ്പെടുത്തിയതാണ്? പൈസ കുറച്ച് കിട്ടാനുള്ളത് വന്ന് കിട്ടിയില്ല. അത് കിട്ടുമ്പോ എടുത്ത് തരും. നഷ്ടമൊന്നും വന്നില്ലല്ലോ. നിങ്ങൾ എടുത്ത് തരാന്ന് പറഞ്ഞിട്ട് കുറെ നാളായ തന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് എനിക്കുള്ള വിശ്വാസം മൊത്തം പോയി. എടി, ഈ വിശ്വാസവും സ്നേഹമൊക്കെയാണ് ഒരു ബന്ധത്തിന്റെ ബാക്കിലുള്ള മെയിൻ കാര്യം. അത് നിനക്കില്ലേ? ആണോ? ഈ വിശ്വാസ സ്നേഹമൊക്കെ എനിക്ക് കുറെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ ഓരോന്നും എടുത്ത് തന്നത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഞാൻ എടുത്ത് തരാന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് തന്നാൽ തീരുമല്ലോ പ്രശ്നം. എടുത്തു തന്നാ തീരും. എടുത്തു താ. അപ്പൊ എടുത്ത് തരാത്തോണ്ടാണ് നീ എന്നെ അടിക്കുമെന്ന് പറഞ്ഞ അല്ലേ? ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, അടിച്ചൊന്നും ഇല്ലല്ലോ. ശരി, ഇത് വിടും. ഇനി ഭയങ്കര തലവേദന. നീ ഒരു ചായ കിട്ടോ? ഞാൻ കുറെ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്, കാണുന്നുണ്ടാ? വേണമെങ്കിൽ തനിയെ ഇട്ട് കുടിക്കും. ഇവിടെയും വന്നിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്നിങ്ങനെ പറഞ്ഞോണ്ടേ.
ചെരുപ്പ് മാറ്റ്. നീ എന്തോ നീ ഇവിടെ കിടക്കുന്നില്ലേ, വീട്ടിൽ കയറി കിടക്കുന്നില്ലേ? അതിൻ്റെ അടുത്ത് നിനക്ക് പിണക്കം മാറിയിട്ടില്ല. എന്റെ പിണക്കം മാറുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞ എന്റെ പിണക്കം മാറി. എന്റെ സ്വർണം എടുത്തു തന്നാ ഇല്ലല്ലോ, അത് എടുത്തു തന്നാലേ പിണക്കം മാറുള്ളൂ. എടുത്തു തരാന്ന് പറഞ്ഞില്ലേ? എപ്പോ? കുറെ നാളായല്ല പറയാൻ തുടങ്ങിയിട്ട്. പറയണ മാത്രമല്ലേ നടക്കണുള്ളൂ. കാണുന്നില്ലല്ലോ സ്വർണം. എടുത്തു താ, എന്നിട്ട് ആലോചിക്കും. നീ പിണക്കം കാണിക്കണ നീ നമ്മളെ മാത്രം അറിഞ്ഞപ്പോഴേ, നീ നാട്ടുകാരെ വീട്ടുകാരൊക്കെ അറിയിക്കണേ എന്തിന്? നാട്ടുകാരെ വീട്ടുകാര്? നാട്ടുകാരല്ല, ഇവിടെ വീട്ടുകാര്. നിനക്ക് അവരെ മുമ്പ് ഇത്തിരി അഭിനയിച്ചാന്ത്? അവരുടെ ഫ്രണ്ടിൽ അഭിനയിച്ചാണ് എന്റെ സ്വർണം മൊത്തം പോയത്. ഇനിയേ അവരും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. ഓ, ഇനിയിപ്പോ പ്രത്യേകിച്ച് അറിയാതൊന്നുമില്ല. എൻ്റെ അടുത്ത് അപ്പച്ചി കുറച്ച് മുമ്പ് ചോദിച്ചു തന്നെ. എൻ്റെ അടുത്ത് അമ്മ ഒന്ന് ചോദിച്ചു, അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു. എൻ്റെ അടുത്ത് അമ്മ ഒന്ന് ചോദിച്ചു, ഞാൻ എല്ലാം പറഞ്ഞെന്ന്. നശിപ്പിക്കാതിരിക്കണം നിങ്ങളും കൂടെ ഒന്ന് വിചാരിക്കണം. ആ സ്വർണം എടുത്ത് തന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അതിന് ആത്മാഭിമാനം വേണം. അതുകൊണ്ടാ ഇല്ലല്ലോ. അയ്യോ, നമുക്ക് ആത്മാഭിമാനം ഒന്നും ഇല്ലേ? ആ, നമുക്കല്ല, നിങ്ങൾക്ക് ഏകവചനം മതി. അത് തന്നെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കണേ. നേരത്താണോ നിങ്ങൾക്ക് എടുത്ത് തരാൻ തോന്നി? ആ മാമൻ എൻ്റെ അടുത്ത് 1000 പ്രാവശ്യം പറഞ്ഞാണ് അവന് സ്വർണം കൊടുക്കല്ലേ കൊടുക്കല്ലേ. അത് അവസാനം വലിയ വഴക്കിൽ ചെന്ന് അവസാനിക്കുന്നു പറഞ്ഞു. അതേപോലെ തന്നെ നടക്കുകയും ചെയ്തല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. തലയിലെഴുത്ത്. ശരി, അവിടെ കിടന്നോ? പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യണോ? ഞാൻ അല്ലെങ്കിൽ ഞാൻ കിടക്കും. അവിടെ തന്നെ കിടക്കാൻ പോണുള്ളൂ. ഇത്രയും ദിവസം അങ്ങനെയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാനല്ലോ സ്വർണ്ണം എടുത്തോണ്ട് പോയി കൊണ്ടുവച്ച് നശിപ്പിച്ചവൻ. ഞാൻ താഴെ കിടക്കാം, താങ്കൾ ഇവിടെ കിടന്നോളൂ. ഓ വേണ്ട, ഇത്രയും ദിവസം അത് പറഞ്ഞില്ലല്ലോ. ഇന്നും അത് പറയണ്ട. ഞാൻ ഇവിടെ കിടന്നോളാം. അതെന്നെ ആദ്യമേ പറഞ്ഞു. അവിടെ കിടന്നോ. എനിക്ക് ഒരു ശബ്ദം എനിക്ക് ആകല്ലേ. ഞാൻ കിടന്നോളാം. എടാ ഉണ്ണി, നമുക്കേ രവിയുടെ വീട്ടിലൊന്ന് പോയാലോ? കുറെ നാളായില്ലേ പോയിട്ട്? ആ, കുറെ നാളായി. ഞാനും അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ആണോ? അങ്ങോട്ടൊന്ന് പോയാൽ കൊള്ളായിരുന്നു. നമുക്കൊരു ദിവസം പോവാം. നമുക്കൊരു കാര്യം ചെയ്യാം, രാവിനെയും ചിന്നുവിനെയും കൂടെ വിളിക്കാം. ആ, അപ്പൊ എല്ലാവർക്കും കൂടെ ചെന്ന് ഒരു 5-6 ദിവസം അവിടെ നിൽക്കാം. അതെ അതെ അതെ. രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയാൽ മതി. ഞാനൊന്നും വരുന്നൊന്നുമില്ല. അതെന്ത്? ഓ, രാം വരത്തില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. രാമേട്ടൻ വന്നാ എന്ത്, വന്നില്ലെങ്കിൽ എന്ത്? ഞാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. അവർക്ക് ആദ്യം തോന്നി അങ്ങനെ പറഞ്ഞത്. അവിടെ പോകുമ്പോ ഇട്ടുണ്ടോ എന്റെ വല്ല സ്വർണ്ണം ഉണ്ടോ? നാണക്കേട് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാ. നിങ്ങളെ വലിയ സന്തോഷമായിരുന്ന സമയത്തല്ലേ നീ സ്വർണ്ണമൊക്കെ കൊടുത്തത് അവന്റെ? ഇപ്പൊ എന്തോന്നു? ഞാൻ എന്റെ ഒരു കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ അമ്മയുടെ സഹായം ചോദിക്കാല്ലേ ഞാൻ വന്നത്. കണ്ടോ ദേഷ്യം കണ്ടോ? ഇനി ഇതിനെ പറ്റി ഒരു പഴക്കം വയ്യാതിരുന്ന ഇവിടെ വേണ്ട. നമുക്ക് മണിക്കുട്ടന്റെ വീട്ടിൽ പോണ കാര്യം. അതെ. ഓ, ഹലോ, പറഞ്ഞാത്തനെ. ആര്? മണിക്കുട്ടി. അടിപൊളി, കോൾ അടിച്ചല്ലോ. എത്ര പവൻ? 3 പവനാ? ചെലവുണ്ട്. ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നെന്നാ? ആ, അമ്മയും മാമനും ഇപ്പൊ പറഞ്ഞോളൂ അങ്ങോട്ട് വരുന്ന കാര്യം. ആ, ഇവിടെ ഉണ്ട്, അടുത്തുണ്ട്. ആ, ഞാൻ പറഞ്ഞേക്കാം. ശരി. എന്തോന്ന്? എന്തിനാ അവള് വിളിച്ചേ? നല്ല ബെസ്റ്റ് സമയം. രവിയേട്ടനെ മണിക്കുട്ടിക്ക് 3 പവന്റെ സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുത്തു. 3 പവനോ? സ്നേഹമുള്ള ഭർത്താക്കന്മാര് കണ്ട ഇവിടെ ഉണ്ട് പറയണം. ഉള്ളത് കൊണ്ടേ വിറ്റു തൊലയ്ക്കാനായിട്ട്. നീ ഇങ്ങനെ അവനെ കുറ്റം പറയാതെ. പിന്നെ ഞാൻ എന്തോ ചെയ്യണം? പിന്നെ ഭർത്താക്കന്മാരായ രവിയേട്ടനെ പോലെ ഇരിക്കണം. അല്ലാതെ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഓ, രവിയേട്ടന് ബാങ്കിൽ ജോലിയുണ്ട്. ഇവന് ഈ ഒരു വർഷാപ്പിൽ നിന്ന് കിട്ടുന്ന വല്ലതൊക്കെ അല്ലേ ഉള്ളൂ. ആണല്ലോ, വർഷാപ്പിൽ നിന്ന് കിട്ടുന്നല്ലേ ഉള്ളൂ. അപ്പൊ പുതിയ ഒന്നും വാങ്ങിച്ചിരണ്ട, ഉള്ളത് കളഞ്ഞു വിളിക്കായിരുന്നു കൂടെ. എടീ, നീ രണ്ടുപേരും കൂടെ നീ 2 ത്രാസിൽ ഇങ്ങനെ തൂക്കരുത്. ഓ ശരി. എന്തോ അവൻ വരണം. ഇവിടെ ഭൂകമ്പം നടക്കും. ചിന്നു, എനിക്ക് കുറച്ച് പൈസ കിട്ടാണ്ടെന്നല്ല അപ്പച്ചി. അത് കിട്ടി. അതുകൊണ്ട് ഞാൻ ഒരു ഗോൾഡ് വള അങ്ങ് വാങ്ങിച്ചു ചിന്നുവിന്. ഒന്നര പവൻ. 1.5 പവനില്ല, 1 പവൻ. 1.5 പവനുണ്ടോ? നോക്ക് ഡിസൈൻ നോക്ക്.
ഡിസൈനൊക്കെ കൊള്ളാന്നൊരു പറഞ്ഞോ സത്യം പറ. ഒരു പവൻ. ആ ഇതിപ്പോ കുറച്ച് കഴിയുമ്പോ അരപ്പവനാവും. അല്ലല്ല, ഒരു പവൻ. മറ്റേ ഒരു ഗുമ്മിന് വേണ്ടി പറഞ്ഞില്ലേ. അടിപൊളിയല്ലേ? ഇത് നോക്കട്ടെ. കൊള്ളാം. കൊള്ളാം കൊള്ളാം. രാമേട്ടാ ഇത് വാങ്ങിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ആ പലിശയും അടച്ചാ പോരായിരുന്നോ? അത് ഇനി കുറച്ച് പൈസ കൂടെ കിട്ടുമ്പോ നമുക്ക് അതും കൂടെ അങ്ങ് എടുക്കാം. എന്തായാലും അമ്പലത്തിൽ പോണം. മണിക്കുട്ടി ഒന്ന് വിളിക്കട്ടെ. അതെന്തിന്? മണിക്കുട്ടിയെ സ്വർണ്ണമാല വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. ആ അതിന്റെ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ആ രവിയണ്ണ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുത്തെന്ന്. അണ്ണൻ ഞാൻ ചോദിക്കട്ടെ പറ്റി അണ്ണന് വേറെ ഒരു തൊഴിലില്ല. അണ്ണൻ വാങ്ങിച്ചു കൊടുത്തപ്പോ ഇവിടെ വിളിച്ച് പറഞ്ഞതിന്. അതല്ല ഇത് എങ്ങനെ ഒപ്പിച്ച്? അത് നമ്മൾ ഒപ്പിച്ച്. ഇനി ഇതെല്ലാം അവൾ അറിയുമ്പോ ഇനി എന്ത് പോകുമ്പോ ഉണ്ടാവോ? ഒന്നുമില്ല. എന്തോന്ന് ചെയ്യുന്നു രാമേട്ടാ? ചായ ഉണ്ടാക്കാന്ന് ചോദിച്ചു. എന്നെ വിളിക്കാത്ത ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. ഞാൻ കുറച്ചു മുമ്പ് ചോദിച്ചപ്പോ നിനക്ക് ദേഷ്യം വന്ന് നീ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്, ചായ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ഞാൻ പിന്നെ വിളിച്ചില്ല, അങ്ങ് ഉണ്ടാക്കി. അതിന് പ്രതികാരം തീർക്കുകയാണ്. പ്രതികാരം? അമ്പലത്തിൽ പോയിട്ട് നമ്മ തലവേദന എടുക്കണം. അപ്പൊ പിന്നെ ഞാൻ സ്വന്തമായിട്ട് ചായ ഇട്ട് കുടിക്കാന്ന് ചോദിച്ചു. പ്രതികാരിക്കണേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ തലവേദന കിടക്കുന്ന സമയത്തെ ഭാര്യയുടെ കൈ കൊണ്ട് ഒരു ചൂട് ചായ ഒടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പമ്പ് കിടക്കും. ചൂടുണ്ടോ? ചൂടൊന്നുമില്ല, ചൂടൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് വാ, ഞാൻ ഉണ്ടാക്കാം. എന്നെ ഇട് ഇട്. ഇനിയിപ്പോ ഞാൻ വേണ്ട വേണ്ട, ഞാൻ ഇട്ടോളാം. മേളിൽ പോയി കിടന്ന് റെസ്റ്റ് എടുത്തോ, ഞാൻ ചായ ഇട്ട് അവിടെ കൊണ്ടുവരാം. ചിരിച്ചിട്ട് പോ, കൊണ്ടുവരാം കേട്ടോ. എന്ത് കിടക്കുന്നില്ലേ? അല്ല കിടക്കണ്, ഞാൻ കിടക്കണ്. അല്ല നീ സാധാരണ ബെഡിലല്ലേ കിടക്കണ, താഴെയല്ലേ കിടക്കണ? തറയിൽ കിടന്ന് മടുത്ത്, അതുകൊണ്ട് ഞാൻ ഇന്ന് കട്ടിലിൽ കിടക്കാന്ന് വിചാരിച്ചു. ശരി, ഇഷ്ടപ്പെട്ടില്ലേ? അല്ല നമുക്ക് ഇഷ്ടം തന്നെ. ഇന്നലെ ഞാൻ വിളിച്ചപ്പോ അങ്ങനെ അല്ലായിരുന്നല്ലോ. ഇന്നലെ ഞാൻ പണങ്ങിയിരിക്കുകയല്ലായിരുന്നോ? ഇപ്പൊ പിണക്കം മാറി. പിന്നെ അതല്ലേ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നത്. കാണാൻ ഇങ്ങനെ ചോദിക്കണത്. ആ അല്ലേ സ്ലോ പിണങ്ങിയിരിക്കായിരുന്നു, അതാണ് ഇവിടെ ഒന്ന് കിടക്കാത്തത്. പിന്നെ ഇപ്പൊ പണക്കം മാറി, ഇന്നലെ പണങ്ങിയിരിക്കായിരുന്നു. ഭഗവാനെ, സ്വർണത്തിന് എന്തെല്ലാം റോളാ ഇപ്പൊ. ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം പിണക്കാൻ പറ്റിയ സ്വർണത്തിന് പറ്റുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതിപ്പോഴാണ് അറിയണത്. ഞാൻ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചേട്ടാ. ഈ സ്വർണം പോലെ തന്നെ ഈ ഭാര്യമാർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം എന്താണെന്നറിയാമോ? നല്ല തങ്കപ്പെട്ട ഭർത്താക്കന്മാർ. അത് ശരി, പുതിയ അറിവല്ലേ? സത്യമായിട്ട് സത്യം. ഇപ്പൊ പിണങ്ങിരുന്നോണ്ടാണ് താങ്കൾ കിടക്കാത്തത്. ആയിരുന്നു, ഇപ്പൊ പണക്കമില്ല. ഇപ്പൊ പിണക്കമില്ല, ഇപ്പൊ പണക്കമില്ല. കിടക്കണം. ആ വേണമെങ്കിൽ മതി. കിടന്നു കിടന്നു. ഇങ്ങനെ കിടന്നാ ഞാൻ എങ്ങനെ കിടക്കും? കുറുക്കെ കിടന്ന അതൊക്കെ അടിയിലായിപ്പോയി. ഇതൊക്കെ എടുത്ത് മാറ്റി. എനിക്ക് മാറ്റി അങ്ങോട്ട്. എന്തൊരു മടിയനാണിത്. നീ കുറച്ചു മുമ്പ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. എല്ലാം ഞാൻ മാറ്റിക്കോളാം, കുഴപ്പമില്ല. ചേച്ചിയായി ഞാൻ അനീഷിന്റെ വണ്ടി ഒന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയി ഒന്ന് ശരിയായി കൊടുത്തിട്ട് വരാം. എന്ത്? അല്ല രാമ എവിടെ പോയി? അവൻ പുറത്തോട്ട് എങ്ങാനും പോയി കാണും, അല്ലാതെ എവിടെ പോവാൻ? അവന് കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്തീ പുറത്തോട്ട് കറങ്ങാനൊന്നും പോകത്തെ? അതെന്തെന്നറിയാം, അവന്റെ അനീഷും അവന്റെ കൂട്ടുകാരൻ ഫൊറോസും എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്. വേറെ കുറെ പേര് ഉണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് ടൂർ അവെല്ലാം പോയി കാണും. അതാണ് ഇപ്പൊ ഇവിടെ അടങ്ങിയിരിക്കുന്നത്. അതാണ് കാര്യം. അമ്മ ഇത് നോക്ക്, ഇതില് കളർ വ്യത്യാസമില്ലേ? നോക്കട്ടെ. സ്വർണ്ണം അല്ലെന്നാണ് തോന്നണം അമ്മ.
അയ്യോ ശരിയാണ്. ഞാൻ 2 ദിവസമായിട്ട് നോട്ടീസ് ചെയ്യണേ, ഡള്ളായിക്കൊണ്ടേ വരണം. ഇതിന്റെ ബില്ല് നിന്റെ ഇല്ലേ? എന്റെ ഇല്ല, രാമന്റെ കയ്യിലുണ്ട്. അവനോട് പറഞ്ഞോ? പറഞ്ഞിപ്പോ വരാന്ന് പറഞ്ഞു. നീ നോക്കി നോക്ക്. കളറൊക്കെ ഇളകുന്ന പോലെ. നമുക്കിത് വാങ്ങിച്ച് കടയിൽ കൊടുത്ത് മാറ്റി വാങ്ങിക്കാം. ആ ആ ഒരു കടയിലും കൊണ്ടുപോകണ്ട. ഇത് സ്വർണ്ണമൊന്നും അല്ല, ഇത് മുക്ക് കൊണ്ടുപോകണം. എനിക്ക് അവനെ അറിഞ്ഞുപോയി. ഞാൻ ഒരു കോട്ട ചാടി അവൻ 2 കോട്ട ചാടണ മോനാണ് അവൻ. നീ എന്തോ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ പൊന്ന് ചേച്ചി, ഇതിന്റെ വഴക്ക് ഒത്തിരിപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവളെ സോപ്പിട്ട് ആ പിണക്കൊക്കെ തീക്കാൻ വേണ്ടി സ്വർണ്ണം പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചോണ്ട് വന്നതേ. മുക്ക് കൊണ്ടുപോകണം, മുക്ക് കൊണ്ട. അയ്യോ എന്തൊരു സ്വഭാവം. ഇങ്ങനെയൊക്കെ പറ്റിക്കാമോ? രാമിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. സ്നേഹം ഉണ്ടെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ പറ്റിക്കണോ അമ്മേ? സ്വർണ്ണമല്ല മോളെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ദാമ്പത്യ ജീവിതത്തിൽ സ്വർണത്തെക്കാൾ വിലയുണ്ട് സ്നേഹത്തിന്. അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. സ്നേഹമില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, പറ്റിക്കണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. ആ പോട്ടെ. നീ എന്താണ് കാണിച്ചത്? ഞാൻ എന്തിനാ? എന്തിനു കാണിച്ച? മുക്ക് കൊണ്ടോ മാറ്റോണ്ടോ എന്തൊന്നും പറയാ. എന്തിനു കാണിച്ചെന്ന് ഒന്നും പറയാനില്ലേ? ഊമയാ? ബാവറൊന്നും എല്ലാം പറ, കുറച്ചുകൂടെ പറ്റിക്ക്. അത് പിന്നെ എനിക്ക് പറ്റുമോ ഇങ്ങനെ കുറെ ദിവസം പിണങ്ങിയിരിക്കേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നമ്പർ കാണിക്കാന്ന് വിചാരിച്ചത്. കണ്ടാ? കണ്ടാ? കുറെ ദിവസമല്ല നീ ഇങ്ങനെ ഒരു തന്നെ പറഞ്ഞു വിളിച്ചത്. കണ്ടോ? ഇതാണ് സ്നേഹം. ഏതാണ് സ്നേഹം? തെറ്റാണിച്ചിട്ട് അടിക്കാതിരിക്കുന്നല്ലേ മാമന്റെ മോനടുത്തുള്ള സ്നേഹം. അല്ല, അവനെ കൊണ്ട് ഇപ്പൊ ഇതേ പറ്റുള്ളൂ. നീ ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ. ഇങ്ങോട്ട് തരുമോ? എനിക്ക് ഇതുകൊണ്ട് ഒരാളെ പിടിക്കണം. എണീക്കള അയ്യോ ഓടല്ലേ? ഇല്ല അവിടെ ഇല്ല. പിടിക്കട്ടെ. ഓവർ ആക്ടിങ് കാണിക്കല്ലേ? തിരി നല്ല റാമേട്ടൻ എന്നെ പറ്റി എന്തുവാണ് വിചാരിച്ചത്? ഈ 1 പവന്റെ വള നീ റാമേട്ടനെക്കാളും വലുതാണെന്ന്. എനിക്ക് സ്വർണ്ണമാണോ വലുതെന്ന്? ഞാൻ മുക്കോണ്ട് വാങ്ങിച്ചപ്പോ നീ മിണ്ടിയത്. ഞാൻ ഇച്ചിരി റെസ്പോൺസിബിൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പണി നടന്നല്ലേ? ഞാൻ 7 ദിവസം പണങ്ങി കിടക്കും. എന്നിട്ട് വല്ല ഗുണം ഉണ്ടായ? എന്തോന്ന് ഗുണം? നിങ്ങൾ നന്നായ? ഞാൻ നന്നായ? ഓ ആദ്യം മുക്കോട്ടോ, പിന്നെ നല്ലത് വാങ്ങിച്ചു തരും. ആ ശരി. എനിക്കേ സ്വർണത്തിനേക്കാളും ഇഷ്ടം നിങ്ങളെയാണ്, മനസ്സിലായോ? സത്യമായിട്ട് സത്യമായിട്ടും. എന്നാ ഈ മാലയും കൂടെ കുരുത്തോ? ഏത് മാല? ഈ കിടക്കണ മാല. ഇത് നന്നായി കൂടെ മനസ്സിലായി. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഞാൻ പോട്ടെ. എന്നെ ഇവിടെ ചെവരി ചേർത്ത് വെച്ചിരിക്കണേ. അവിടെ നില്ല് കുറച്ച് നേരം. എന്നെ പറ്റിച്ചല്ലേ? ഹാൻഡ്സപ്പ് ചെയ്ത് നില്ല്. ഹാൻഡ്സപ്പോ? വാ വാ മതി.